പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഫെബ്രുവരി 25-ന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ മുഖച്ഛായയിൽ പണി പൂർത്തീകരിച്ച പെരിങ്ങോം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 25-ന് പകൽ 12 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ഉദ്ഘാടനം നാടിന്റെ തന്നെ ആഘോഷമാക്കി മാറ്റുന്നതിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ടി.ഐ. മധുസൂദനൻ MLA സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ അസംബ്ലി മണ്ഡലത്തിൽ 2 താലൂക്ക് ആശുപത്രികൾ, ഒന്ന് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, രണ്ടാമത്തേത് പെരിങ്ങോം താലൂക്ക് ആശുപത്രി. എല്ലാ താലൂക്ക് ആശുപത്രിയിൽ എന്താ സ്ഥിതി എന്നത് മനസ്സിലാക്കാൻ അവർ ഒരു യാത്ര നടത്തി. അന്ന് നമ്മളിതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ആ നിലയിലാണ് ഇവിടെ പറഞ്ഞതുപോലെ 13 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ഒരു കെട്ടിട സമുച്ചയം ഇപ്പോൾ അവിടെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുള്ളത്. കുറച്ച് നാളായി ജനങ്ങൾക്ക് വേണ്ടി അതൊക്കെ ആ നിലയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാണ്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നത് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖബാധിതരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളാണ്. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന രീതിയിലുള്ള രോഗികൾ വലിയ തോതിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രാജഗിരിയിലെയോ ജോസിഗിരിയിലെയോ സമയം സ്ലോട്ട് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, അതല്ലെങ്കിൽ സഹകരണ ആശുപത്രി, പയ്യന്നൂരിലെ സ്വകാര്യ സ്ഥാപനമായിട്ടുള്ള മുകുന്ന ആശുപത്രി, പെരിയാർ മെഡിക്കൽ കോളേജ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേയേറെ ഡയാലിസിസ് സെൻ്ററുകൾ പറയുന്നതാണ്. പിന്നീടാണ് നല്ല ക്രമീകരണങ്ങൾ വരിക, ഒരാൾ മാറി മാറി വരുമ്പോൾ 12 മണിക്ക് രാത്രി, 2 മണിക്ക്, 3 മണിക്ക് ഒക്കെ അവരെ കൊണ്ടുപോയി ഡയാലിസിസ് സന്നദ്ധമാണ്. അവർക്ക് വേറെ വഴിയില്ലല്ലോ, അവർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റും. ഡയാലിസിസ് വെള്ളത്തിന് നമുക്ക് വലിയ കുറവില്ല. അതെല്ലാം ലഭ്യമാക്കി അതിവേഗത്തിൽ ഡയാലിസിസ് യൂണിറ്റ് കൂടിയായി ഈ താലൂക്ക് ആശുപത്രിയെ മാറ്റുക എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ പണി ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി അതിൻ്റെ പണി ആരംഭിക്കും. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ പ്രസിഡന്റ് പോകേണ്ടത് ഇതിൻ്റെ മുന്നിലൂടെയാണ്. ഒരു 5 മിനിറ്റ് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി പരിപാടികൾ ക്രമീകരണം ഒരു ദിവസം ഒരു സമയമെങ്കിലും അവിടെ കയറി എന്ന് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കൂടി നല്ല നിലയിൽ ചിട്ടയോടുകൂടി നടക്കും. അതിന് സന്നദ്ധനായിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ശ്രീ KK ജോയി എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിന് ചുറ്റുവട്ടത്തിലുള്ള പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവിടെ കയറി ഡോക്ടർമാരെ എന്തെങ്കിലും ആക്ഷേപിക്കാനോ ജീവനക്കാരോട് പരുഷമായിട്ട് പെരുമാറാനോ ഒന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി അധ്യക്ഷത വഹിച്ചു. മലയോര മേഖലയിലെ ഈ ആശുപത്രി അതിന്റെ പരിപൂർണതയിലേക്ക് എത്തുകയാണ്. ഇപ്പൊ സമയമുണ്ട് വിളിച്ചു ചേർത്തപ്പം തന്നെ പറഞ്ഞ ആളുകൾ മുഴുവൻ ഈ സംഘാടന സമിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആശുപത്രി സമയം 12 മണി ആയതുകൊണ്ടും ഒരു 1000കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തിന്റെ ഉത്സവമാക്കി ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം മാറ്റാൻ നമുക്ക് കഴിയണം. പറഞ്ഞ ആളുകൾക്കെല്ലാം സ്വാഗതം. സ്റ്റേജിലിരിക്കുന്ന ഇവിടെ വന്നെത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ആശംസിച്ചുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് ബഹുമാനായ ആരാധനായ പ്രിയങ്കരനായ നമ്മുടെ MLA ടി.ഐ. മധുസൂദനൻ അവരുടെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം പറയുമ്പോൾ മണ്ഡലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ലളിത, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി ആൾക്കാർ ചടങ്ങിൽ സംബന്ധിച്ചു. താലൂക്ക് ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ 2229 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 2 നിലകളിലായിട്ടാണ് പുതിയ ആശുപത്രി മന്ദിരം. ബേസ്മെന്റ് ഫ്ലോറിൽ അടിയന്തര ചികിത്സാ വിഭാഗങ്ങളും രോഗികളെ തരംതിരിച്ച് ചികിത്സ നൽകാനുള്ള ട്രയാജ് റൂം, ഡോക്ടർമാരുടെ പരിശോധനാ മുറികൾ, നഴ്സിംഗ് സ്റ്റേഷൻ, അടിയന്തര ശസ്ത്രക്രിയകൾക്കായി മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, കൂടാതെ പ്ലാസ്റ്ററിംഗ് റൂം, നിരീക്ഷണത്തിൽ കഴിയേണ്ട രോഗികൾക്കായി ഒബ്സർവേഷൻ റൂം എന്നിവയും 1-ാം നിലയിൽ രോഗികൾക്കുള്ള വാർഡുകളും മറ്റ് പരിശോധനാ സംവിധാനങ്ങളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി പ്രത്യേക IP വാർഡുകളും സജ്ജമാക്കിയിട്ടുണ്ട്. 7 OP കൗണ്ടറുകളും ആശുപത്രിയിലുണ്ടാകും. വിശാലമായ വെയിറ്റിംഗ് ഏരിയ, ആധുനിക എക്സ്റേ യൂണിറ്റ്,
ഫാർമസി, സ്റ്റോർ റൂം, ഡോക്ടർമാർക്കായി പ്രത്യേക ലൗഞ്ച് സൗകര്യങ്ങളും ആശുപത്രിയിലുണ്ട്. കേരള സർക്കാർ പെരിങ്ങോം താലൂക്ക് ആശുപത്രിക്കായി നബാർഡിൽ നിന്നും അനുവദിച്ച 12 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയി ചെയർമാനും PV തമ്പാൻ വർക്കിംഗ് ചെയർമാനും ഡോക്ടർ PK പ്രശാന്ത് കൺവീനറും K മോഹനൻ ട്രഷററുമായി വിപുലമായ സംഘാടക സമിതിയാണ് ഇതിനായി രൂപീകരിച്ചിട്ടുള്ളത്. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.